ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 5th സെമ്മിലെ ഓപ്പൺ കോഴ്സായ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് 5 യൂണിറ്റായിട്ടാണ് അത് വേർതിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിൽ കൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സെക്കൻഡ് യൂണിറ്റിൽ പറയുന്ന അപ്രോച്ചസ് ഫോർ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, യൂണിറ്റ് 3ൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, യൂണിറ്റ് 4 ഏജൻസീസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ്, യൂണിറ്റ് 5 ചലഞ്ചസ് ടു ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. പ്രധാനമായിട്ടും ഈ സബ്ജക്റ്റിൽ ഇതിൻ്റെ ആവിർഭാവം എങ്ങനെയാണെന്നും അതിനോടുള്ള സമീപനങ്ങൾ, അപ്രോച്ചസ്, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ബേസ് ചെയ്തിട്ട് ഭരണഘടനയെക്കുറിച്ച്, പിന്നെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏജൻസീസ്, പിന്നെ അതിൻ്റെ ചലഞ്ചസ്, അത്രയും ആണ് ഈ സബ്ജക്റ്റിൽ മെയിനായിട്ട് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് കൺസെപ്റ്റ്. The concept of human right is based on the assumption that human beings are born equal in dignity and rights. These are moral claims which are inalienable and inherent in all human beings by virtue of the member of the humanity alone. മനുഷ്യാവകാശം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും അർഹതയായി കരുതപ്പെടുന്ന അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ പ്രകൃതിദത്തമായ സ്വാതന്ത്ര്യം മനുഷ്യന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. എല്ലാ മനുഷ്യർക്കും, ഓരോ മനുഷ്യനും സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രകൃതി വിഭവങ്ങളുടെ മേൽ ആധിപത്യം നേടുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ ആണ് സാമൂഹ്യ തിന്മകൾ തുടങ്ങി, അക്രമങ്ങൾ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഈ അവകാശങ്ങളെക്കുറിച്ചുള്ള കൂടുതലായിട്ട് ചിന്തിക്കാനും തുടങ്ങിയത്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീഡം, allow us to fully develop and use our human qualities, our intelligence, our talents and our concerns, and to satisfy our spiritual and other needs. അത് തന്നെയാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഡെവലപ്മെൻറ്റിന്, മനുഷ്യൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീഡം ആണെന്ന് പറയുന്നത്. Oppression and slavery were there. It made him hundreds of years of toil and struggle to get legal protection of their basic human rights. Various laws were enacted for the protection of the rights relating to life, liberty, equality and dignity of the individual. They are made and unmade on the crucible experience and through irreversible process of human struggle for freedom. അതായത് ഒപ്രഷൻ ആൻഡ് സ്ലേവറി, അടിച്ചമർത്തലുകളും അടിമത്തവും അങ്ങനെയായി കഴിഞ്ഞപ്പം മനുഷ്യരെ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി തീർന്നിരിക്കുന്നു. അടിച്ചമർത്തലുകളും അടിമത്തവും ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് മനുഷ്യരെ കൊണ്ടെത്തിച്ചത്. അവർക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥ. അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അവർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സമത്വമില്ല, പിന്നെ അങ്ങനെ പല പല രീതിയിലുള്ള ഒരു ചങ്ങലകൾക്കുള്ളിലായി തീർന്നിരിക്കുക. ആ ഒരു അവസ്ഥയിലോട്ട് മാറി. അങ്ങനെയുള്ള ഒരു ഒപ്രഷനും സ്ലേവറിയിൽ നിന്നുമാണ് നമുക്ക് ഈ ഫ്രീഡം സ്ട്രഗിളിലോട്ട് ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റംസിൻ്റെ ആവിർഭാവത്തോട് കൂടിയിട്ട് മനുഷ്യൻ അവൻ്റെ അവകാശങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും
അതിനെതിരെ പ്രവർത്തിക്കാനും ഒക്കെയായിട്ട് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പൊളിറ്റിക്കൽ ലിബറൽസ് ആർ മോർ ഇൻ ഫേവർ ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിലുള്ള ഒരു അവകാശങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയമായ അവകാശങ്ങളും അവൻ്റെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത്തരം പൊളിറ്റിക്കൽ ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ട്. Origin of human rights. Human rights are based on the concept of natural law and natural rights. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യന് ജന്മസിദ്ധമായി തന്നെ ലഭിക്കുന്ന അവകാശമാണ് മനുഷ്യാവകാശം. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം രൂപാന്തരത്തിന് വിധേയമായ പ്രകൃതിക്കനുസരിച്ചുള്ള നിയമങ്ങളാണ് മനുഷ്യാവകാശങ്ങളായി പരിണമിച്ചത്. നാച്ചുറൽ റൈറ്റ്സ് തിയറി. തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, ജീൻ ജാക്വസ് റൂസോ ആർ ദ 3 മെയിൻ തിങ്കേഴ്സ് who developed the natural rights theory. Rousseau, regarded as the greatest master of natural law school. ഈ നാച്ചുറൽ റൈറ്റ് തിയറി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഉണ്ടായതാണ് 1776 അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്, 1789 ഫ്രഞ്ച് റവല്യൂഷൻ. ഈ രണ്ട് മൂവ്മെൻറ്റ്സും, അതായത് അമേരിക്കൻ മൂവ്മെൻറ്റും ഫ്രഞ്ച് റവല്യൂഷനും മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലോട് എത്തുന്നതിലേക്ക് ഹെൽപ്പ് ചെയ്ത രണ്ട് പ്രധാന സംഭവങ്ങളാണ്. Development of human rights. The human rights which we are enjoying today is developed through various stages. The important landmarks in the development of human rights are the following documents and struggles. First one, 1215 Magna Carta, influence of social contract theory. Third one, English Bill of Rights of 1689. Fourth, American Declaration of Independence of 1776. Fifth one, American Bill of Rights of 1791. Sixth, French Declaration of Rights of Man 1789. Seventh one, the Bolshevik Revolution of Russia of 1917. Eighth one, Universal Declaration of Human Rights of 1948. Ninth one, International Convention of Human Rights. Each of these declaration and the movement referred above have made important contributions in advancing the concept of human rights. ഈ ഡോക്യുമെൻസും സ്ട്രഗിൾസുമാണ് ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ സംഭാവന ചെയ്തത്. ഈ ഡോക്യുമെൻസും സ്ട്രഗിൾസും ആണ്. അത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് മനുഷ്യാവകാശ നിയമങ്ങളുടെ പ്രേരക ശക്തി എന്നാണ് മാഗ്ന കാർട്ട പറയുന്നത്. 1215 ഇംഗ്ലണ്ടിലെ റണ്ണിമീഡ് മൈതാനത്ത് വെച്ച് ജോൺ രണ്ടാമൻ ചക്രവർത്തി ഒപ്പുവെച്ചതാണ്. അതിനെ തുടർന്നാണ് പിന്നെ 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ നടത്തിയ സാർവജനീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഏറെ പ്രാധാന്യമർഹിച്ചത്. ഇതേ തുടർന്ന് 1950 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. The French Declaration of the Rights of Man and of the Citizen. The Declaration of the Rights of Man was product of French Revolution. The revolution reached in climax in 1789. In the Russian Revolution. The Russian was the greatest social uprising of the world since the French Revolution. Russian Revolution took place in 1917. It was the first successful communist revolution of the world. The revolt was against the naked exploitation of the masses by the autocratic ruler and the wealthy federal nobles. The revolution brought a thorough change in the political, social and economic life of the people and established the first
പ്രോലിറ്ററിയേറ്റ് ഗവൺമെൻറ് ഓഫ് ദി വേൾഡ്. റഷ്യൻ റവല്യൂഷനെ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ജനങ്ങൾ സ്വേച്ഛാധിപതി ഭരണാധികാരിക്കും ഫ്യൂഡൽ പ്രഭുക്കൾക്കും എതിരായിട്ട് ചെയ്തൊരു വിപ്ലവമാണത്. അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്നോണം പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ്, അതായത് രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള മനുഷ്യരുടെ ലൈഫിൽ ഒരു വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞൊരു റവല്യൂഷനാണ് റഷ്യൻ റവല്യൂഷൻ. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് 1 മുതൽ 30 വകുപ്പ് വരെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അതിന് മെയിനായിട്ട് ലൈഫിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പിന്നെ നിർബന്ധിത മതപരിവർത്തനം നടത്തരുത്, പിന്നെ ബാക്കി നമ്മുടെ സഹജീവികളെ ഉപദ്രവിക്കാതിരിക്കുക, പിന്നെ ക്രൂരമായ പ്രവർത്തികൾ ആരുടെയും നേർക്ക് പ്രയോഗിക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പാക്കാം. നമുക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയോ വ്യക്തി ജീവിതത്തെയോ ഹനിക്കരുത്. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു 30 വരെയുള്ള വകുപ്പുകളിൽ പറയുന്നത്. എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും മനുഷ്യന് അനുഭവിക്കാനുള്ള ഒരു അവകാശങ്ങളും അനുഭവിക്കാനുള്ള റൈറ്റ്സാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് പ്രത്യേകിച്ച് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള ആ റൈറ്റ്സിൽ 1 മുതൽ 30 വരെയുള്ള വകുപ്പുകളിൽ പറയുന്നത്. UN Commission on Human Rights. UN Commission on Human Rights was established in 1946 and is a subsidiary body of the Economic and Social Council ECO-SOC. At present it consists of 53 member government elected by ECO-SOC for the 3-year term. ഇതിനകത്ത് ഈ UN കമ്മീഷനിൽ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്. ഒന്ന് യുനെസ്കോയിൻ്റെ കൂടെ തന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ട്, WHO, FAO, പിന്നെ യൂണിസെഫ്, അങ്ങനെ അത്രയും ഏജൻസീസ് ഉണ്ട്. യുനെസ്കോ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഏജൻസി ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ബൈ വെർച്യൂ ഓഫ് ആൻ എഗ്രിമെൻറ്റ് ഓഫ് December 14, 1946. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് ഉണ്ട്, റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻ ബേസിക് സയൻസസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. അതാണ് യുനെസ്കോ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ യുനെസ്കോയിൽ തന്നെ പിന്നെ പറയുന്ന ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ട്. അത് ലേബേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും അവരുടെ വർക്കിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് റേസിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദി വർക്കേഴ്സ്, അതിൻ്റെ ജോലികളുടെ അതിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വിമൻ്റെ വെൽഫെയർ, പിന്നെ വെൽഫെയർ ഓഫ് ചിൽഡ്രൻ, ടെക്നിക്കൽ അസിസ്റ്റൻസ്, അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട് ആ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ. അത് ഫോം ചെയ്തത് April 11, 1919. പിന്നെ അടുത്ത സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് WHO. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. അത് June 1946 അത് ഫോം ചെയ്തത്. WHO which came into existence in September 1946. The basic purpose of WHO is the attainment of all peoples of the world and highest possible level of health. നല്ല ആരോഗ്യം എല്ലാവർക്കും, ലോകം മുഴുവൻ നല്ല ആരോഗ്യമുള്ളൊരു ജനതയുണ്ടാകാനായിട്ടാണ് WHO പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രിവെൻറ്റിംഗ് ദ ഏരിയാസ് ഓഫ് ഡിസീസസ് ആൻഡ് കൺഫൈനിങ് ഇറ്റ് ഇൻ ദി ബൗണ്ടറീസ് ഓഫ് ദി സ്റ്റേറ്റ്, curing the disease after has spread, preventing the diseases, establishment of an environment promoting good health. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്.
ഇനി FAO എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അത് ഫോം ചെയ്തത് 1946-ലാണ്. ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇൻ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫീൽഡ്. പിന്നെ വരുന്നത് യൂണിസെഫ് ആണ്. യൂണിസെഫ് എന്ന് പറഞ്ഞാൽ ദ യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് was formed in December 1956. The fund was placed in a permanent footing in 1953. Its activities were also expanded to include emergency situations, emergency aid in areas affected by flood വരൾച്ച, വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷമുള്ള പ്രശ്നങ്ങൾ ആൻഡ് അതർ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതിക്ഷോഭങ്ങൾ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് യൂണിസെഫ്. യൂണിസെഫ് കുട്ടികൾക്ക് ഇറ്റ് പ്രൊവൈഡ്സ് സപ്ലിമെൻ്ററി മീൽസ് ഫോർ ദി മില്യൺസ് ഓഫ് ചിൽഡ്രന്. ഫുഡിൻ്റെ ഷോർട്ടേജുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് യൂണിസെഫ് എന്ന് പറയുന്ന സംഘടന. Adoption of Universal Declaration of Human Rights. The Universal Declaration of Human Rights (UDHR) was adopted by the General Assembly of the United Nations on 10th December 1948. Universal Declaration is a declaration of principles directed to the peoples of the world. This has been considered as one of the greatest achievements of UN. The main demand for the legally binding document for the protection of human rights. Two international conventions were approved by the General Assembly on 16 December 1966. These are the International Covenant on Civil and Political Rights, International Covenant on Economic, Social and Cultural Rights. അതായത് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഉടമ്പടികൾ, ഇൻ്റർനാഷണൽ ഉടമ്പടികൾ അന്താരാഷ്ട്ര ഉടമ്പടികൾ 2 അപ്രൂവ് ആയിട്ടുണ്ട്. അത് ജനറൽ അസംബ്ലിയാണ്. അത് 1966 ഡിസംബർ 16-നാണ് അത് അംഗീകരിച്ചത്. അത് ഇൻ്റർനാഷണൽ കൺവീനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതായത് സാമൂഹ്യ രാഷ്ട്രീയ അവകാശങ്ങൾ മനുഷ്യൻ്റെ, അതിനെയാണ് ഇൻ്റർനാഷണൽ കൺവീനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അത് ICCPR എന്ന് പറയും. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ കൺവീനൻ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയും. ഇത് രണ്ടും കൂടെ ചേർന്നതിനെയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബില്ലെന്ന് പറയുന്നത്. ICCPR സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള ഉടമ്പടിയും ICESER സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക അവകാശങ്ങൾക്കായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയുമാണ്. ഈ സിവിൽ രാഷ്ട്രീയ ഉടമ്പടിയിൽ കുറേ റൈറ്റ്സ്, അവകാശങ്ങൾ പറയുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ സാമൂഹ്യ, സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവകാശങ്ങളും കുറേ അവകാശങ്ങളത് പറയുന്നുണ്ട്. Rights contained in the ICCPR: right to life, right of self-determination, right to liberty and security, freedom from torture or cruel, inhuman or degrading nature of punishment, freedom from slavery and servitude, right to liberty of movement, right to fair trial, freedom of thought, conscience and religion, freedom from arbitrary or unlawful interference with privacy, family, home or correspondence, right to religion as a person before the law, right of peaceful assembly, right to freedom of association and expression, right to equality before the law and equal protection of law, right to marry and found a family, right of detained person to be treated with humanity, freedom from imprisonment or for debt, freedom of alliance from expulsion, right to privacy, the rights of the child, political rights such as right to vote, etc., the rights of the minority. Next, rights contained in the ICESCR:
അതായത് സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക അവകാശങ്ങൾക്കായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയിൽ പറഞ്ഞേക്കുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ, റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എൻജോയ് ജസ്റ്റ് ആൻഡ് ഫേവറബിൾ കണ്ടീഷൻ ഓഫ് വർക്ക്, റൈറ്റ് ടു ഫോം ട്രേഡ് യൂണിയൻസ്, റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, right to an adequate standard of living, including adequate food, clothing, and housing, and to the continuous improvement of living conditions, right to enjoyment of the highest attainable standard of physical and mental health, right to education, right to take part in cultural life, right to enjoy the benefits of scientific progress and its application, protection of family, including special assistance for mother and children. Our constitution likewise divides the rights into two parts: negative rights, which are in form of prohibition, put in part third, fundamental rights. The positive rights, which require action by the state, are called directive principle of state policy and are put in part 4 of the constitution, and court are empowered to enforce the rights enshrined in part 3 but not those in part 4. അതായത് ഒന്നുകൂടെ പറയാം, റൈറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ദി ICESCR എന്ന് പറയുന്നതിൽ വരുന്നത് സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക അവകാശങ്ങൾക്കായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. അതിൽ പറയുന്ന റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ, റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എൻജോയ് ജസ്റ്റ് ആൻഡ് ഫേവറബിൾ കണ്ടീഷൻ ഓഫ് വർക്ക്, റൈറ്റ് ടു ഫോം ട്രേഡ് യൂണിയൻസ്, റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, റൈറ്റ് ടു ആൻ അഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻക്ലൂഡിംഗ് അഡിക്വേറ്റ് ഫുഡ്, ക്ലോത്തിങ് and housing, and to the continuous improvement of living conditions, right to enjoyment of the highest attainable standard of physical and mental health, right to education, right to take part in cultural life, right to enjoy the benefits of scientific progress and its application, protection of family. ഇത്രയാണ് ഈ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബില്ലിൻ്റെ വരുന്ന കാര്യങ്ങൾ.